ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ട് അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റവ വെച്ചിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ എന്തെങ്കിലും ഫങ്ഷൻസിനെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു 5 ഇൻഗ്രീഡിയൻറ്റ് മാത്രം. ഒരു 5 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ലഡ്ഡൂസ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. റോസ്റ്റഡ് റവ, അതുപോലെ തന്നെ ഏതെങ്കിലും ടൈപ്പ് നട്ട്സ്, പിന്നെ ആവശ്യത്തിനുള്ള നെയ്യ്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ കുറച്ച് തേങ്ങയും കൂടി ആവശ്യമുണ്ട്. നമുക്ക് ഇതിൽ ഒരു 25 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ടോപ്പിലേക്ക് ഒരു പാത്രം ഇങ്ങനെ ചൂടാകാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനില്ലേ ഈ ഒരു സ്വീറ്റ് റവ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അളവ് എന്ന് പറയുമ്പോൾ 3/4 കിലോ റവ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്വീറ്റ് ബോൾസ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് ഞാനൊരു 4.5 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യിലോട്ട് നമ്മൾ പീസ് ആക്കി വെച്ചിട്ടുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്തെടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലോട്ട് കാഷ്യൂസ് എടുത്തിട്ടുള്ള, നിങ്ങളടുത്ത് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇപ്പം ഇത് നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലേക്ക് വേണം നമ്മൾ റവ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിലോട്ട് ചോയ്സിന്റെ ഡബിൾ റോസ്റ്റഡ് റവയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനൊരു 3/4 കിലോ അളവിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഒരു ബാച്ച് ഇട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബാച്ചും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പം നെക്സ്റ്റും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ഇതിൽ നിന്നൊരു 3/4 ഭാഗത്തോളം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം. ഇത് ഒന്നാമത് തന്നെ റോസ്റ്റ് ചെയ്ത റവ ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും ഇട്ട് വറുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ആ ഒരു നമ്മൾ ഉപ്മാവിനൊക്കെ വറുക്കൂലേ, ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് വായിൽ വെച്ച് നോക്കുന്ന സമയത്ത് നല്ലോണം ഇതൊന്ന് പൊട്ടുന്ന ആ ഒരു ടൈമാണ് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ടെക്സ്ചർ. അപ്പോൾ ഏകദേശം ഇവിടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ്, അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ്. നിങ്ങൾ ഇത് ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഈ റവ റോസ്റ്റ് ആയതിനു ശേഷം മാത്രമേ തേങ്ങ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഞാനിപ്പോൾ 2 കപ്പ് അളവിൽ നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടി ചേർത്ത് നല്ലോണം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം നല്ലോണം തന്നെ മിക്സ് ചെയ്ത് തരിയുടെ എല്ലാ ഭാഗത്തും എത്തിയതിന് ശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൈവച്ച് ഇത് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ചൂടാകുന്ന സമയത്ത് വേണം നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ കണ്ടൻസ്ഡ് മിൽക്ക് മൊത്തത്തിൽ ഞാനിപ്പോൾ 1.25 ടിന്ന് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരു 1/2 കിലോ റവ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 1 ടിന്ന് മാത്രം മതിയാവും. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് 1 ടിന്നിൽ കൂടുതൽ എടുക്കുന്നത്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുമില്ല, ഈ ഒരു തണിഞ്ഞതിന് ശേഷം മാത്രമേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനും പറ്റും. അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റം കൂടിയാണിത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്തെടുത്താലുണ്ടല്ലോ, നിങ്ങൾക്ക് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഫാനായിട്ട് മാറും. അത്രയും ഗ്യാരണ്ടിയാണ്. നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഇത് ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഇനിയിപ്പോൾ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കും ഈ റവയും എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ആ ഒരു നെയ്യുടെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഉള്ള സ്മെല്ല് നന്നായിട്ട് തന്നെ അറിയുന്നുണ്ടേനും. ഇനി ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് മൊത്തത്തിൽ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റി നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കലാണ്. ഞാൻ ഇതൊരു നമ്മുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഒരാൾക്ക് പെട്ടെന്ന് എടുക്കാനും അതുപോലെ തന്നെ കഴിക്കാനും പറ്റുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇപ്പം ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടി വലുപ്പത്തിൽ ചെയ്തെടുക്കാം. മാക്സിമം ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി ബോൾസ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം.
ഈ ബോൾസ് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാടെണ്ണം വിറ്റുപോയിട്ടുണ്ടേനും. ഓരോരുത്തർ വന്നിട്ട് ഒരു ബോൾസ് ഓരോന്നായിട്ട് എടുത്തു കൊണ്ടുപോകുന്നുണ്ടേനും. കാരണം ഇത് ഓരോ ബൈറ്റ് എടുക്കുമ്പോൾ അത്രയും ടേസ്റ്റ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കൂല. ഈ ഓരോ സ്വീറ്റ് ബോൾസിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതൊരു 3 days പുറത്തും ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടും യൂസ് ചെയ്യാം. അപ്പോഴേക്കിതാ ഞാൻ മൊത്തത്തിൽ ഇത് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കാണാനും അടിപൊളിയാ, അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും പോയിട്ടൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇത് റിഗ്രറ്റ് ആവൂല, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ, അസ്സലാമു അലൈക്കും.